ലാലേട്ടനൊക്കെ പോയി കഴിഞ്ഞപ്പോൾ നെവിനെ അനുമോള് സാരി ഉടുപ്പിക്കുന്നുണ്ട്. അക്ബറിനെ പ്രാങ്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നെവിൻ സാരി ഉടുക്കുന്നത്. ഷോ തീരാറായി കഴിഞ്ഞപ്പോൾ നെവിനും അനുമോളും ഇത്രയും കമ്പനി ആകുമെന്ന് ആരും തന്നെ വിചാരിച്ചതല്ല. ഒരാഴ്ച മുൻപേ, ഒരു 5-8 ദിവസം മുൻപേ കീരിയും പാമ്പും പോലെ നടന്ന ആൾക്കാരാണ്. അനുമോളുടെ ബെഡിൽ വെള്ളം കോരി ഒഴിക്കുന്നു, കയ്യിൽ നിന്ന് ഫുഡ് തട്ടിപ്പറിക്കുന്നു, ചീത്തവാക്കുകൾ പറയുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും കരിവാരി തേക്കുന്നു. അങ്ങനെ പല പല ഫൈറ്റുകൾ ഇവർ തമ്മിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ഷോ അവസാനിക്കാറായപ്പോൾ ഇവർ രണ്ടുപേരും ഒന്നിച്ചിരിക്കുകയാണ്. അങ്ങനെ മനസ്സിലൊന്നും വ്യക്തിവൈരാഗ്യമൊന്നും വെക്കാതെ രണ്ടുപേരും ഇതൊരു ഗെയിം ഷോ ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അവർ രണ്ടുപേരും വളരെ സൗഹാർദ്ദപരമായിട്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ ലാലേട്ടൻ്റെ എപ്പിസോഡ് കഴിഞ്ഞപ്പോൾ തന്നെ നെവിനെ ഒന്ന് സാരി ഉടുപ്പിക്കുന്നു. സാരി ഉടുത്തു കഴിഞ്ഞ് നെവിൻ്റെ വൻ കോമഡിയാണ് കേട്ടോ. നെവിൻ നേരെ പോയി അക്ബർ ആ ഒരു മേക്കപ്പ് റൂമിൻ്റെ നിലത്തായിട്ട് കിടക്കുന്നു. അപ്പോൾ അതിൻ്റെ അടുത്ത് പോയി നിന്ന് നെവിനും കിടക്കുന്നു. അത് കഴിഞ്ഞ് പെണ്ണുങ്ങളുടെ ശബ്ദമൊക്കെ ഉണ്ടാക്കി. അക്ബർ സത്യം പറഞ്ഞാൽ ആദ്യം ഒന്ന് ഞെട്ടിയേ, ദൈവം ഇതിനെ പെണ്ണിൻ്റെ വെച്ച് ഇതാരെ വന്ന് കിടക്കുന്നതെന്നൊക്കെ ഒന്ന് ഞെട്ടി. പക്ഷേ നെവിൻ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി അത് നെവിൻ സാരി ഉടുത്ത് കിടക്കുന്നതാണ് എന്ന്. പിന്നെ അങ്ങോട്ട് ഉള്ളിൽ കൊതി വിടരും എന്താണെന്നൊക്കെ പറഞ്ഞ് പാട്ടൊക്കെ പാടി മായാമോഹിനിയായിട്ട് നെവിൻ അവിടെ അഭിനയിച്ച് അങ്ങനെ കോമഡിയൊക്കെ കാണിച്ച് നടപ്പുണ്ട്. ഇപ്പോൾ എന്തായാലും അടുത്ത ആഴ്ചയിൽ പോയ മത്സരാർത്ഥികളൊക്കെ എവിക്റ്റായി പോയ മത്സരാർത്ഥികളെ വീട്ടിലേക്ക് തിരിച്ച് കയറുന്നുണ്ട്. കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.